അള്ളാഹു നമുക്കൊരു പെണ്ണിനെ ഹലാലാക്കി തന്നാൽ അവളോട് ബാധ്യതകളുണ്ട്. എവിടെയെങ്കിലും കുടിച്ച് 2 നില 3 നില വീടുണ്ടാക്കിയിട്ടിട്ട് അവന് യോഗം ഓടെ കിടക്കാനാ. കള്ളും കുടിച്ചു പോകുന്ന കൂട്ടത്തില് ഏതെങ്കിലും ഓടയില് മറിഞ്ഞു വീണ് അവിടെ കിടക്ക. ആ സമയത്തെങ്ങാനും എന്റെ പ്രിയപ്പെട്ടവരെ കൂത്തിപ്പെട്ടി കാലിളത്തി പെടുത്തു കൊടുത്താലും പറയും പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ, ഇടിയും പെട്ടി പെയ്യട്ടെ, അവൻ കരുതും മഴയെന്ന. എന്റെ സഹോദരങ്ങളെ 9 നില വീടുണ്ട്, 10 നില വീടുണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്, പക്ഷെ കിടക്കാൻ വിധിക്കപ്പെട്ട ഓടയിലാണ്. വാള് കഴിഞ്ഞ് വരുമ്പോഴും കാണാം എന്തൊക്കെ രസമാണ്. ചിലർ ഉടുപ്പ് മാത്രം കാണും, ചിലര് മുണ്ട് മാത്രം കാണും, ചിലരിപ്പോ ഒന്നും കാണൂല. എന്തൊക്കെയാണ് ഇത്? പ്രായമുള്ളവരല്ല, ചെറുപ്പക്കാര്. ഇന്നിപ്പോ ആരാ മദ്യപിക്കാത്ത? ഞാൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് അങ്ങ് പോകും, ഒന്നും തീരാത്ത അവസ്ഥയായി പോകും എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കിക്കോ, ഇത് പെണ്ണുങ്ങൾ മദ്യപിക്കാൻ തുടങ്ങിയിരിക്കാൻ ഇല്ലേ? സാക്ഷാൽ ബറാക്ക് ഹുസൈൻ ഒബാമയുടെ അമേരിക്ക 1ാം സ്ഥാനത്തെത്തി, മൻമോഹൻ സിംഗിന്റെ ഇന്ത്യ 2ാം സ്ഥാനത്തെത്തി. ഏത് വിഷയത്തിലാണ്? നീതിയുടെ വിഷയത്തിലൊന്നുമല്ല. അങ്ങനെ നീതിയുടെ വിഷയത്തിലായിരുന്നെങ്കിൽ പാവപ്പെട്ട 1.5 കാലുള്ള അബ്ദുന്നാസർമാരെ ജയിലിൽ കിടക്കൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീതിയുടെ വിഷയത്തിലൊന്നുമല്ല. ഇന്ന് നമ്മുടെ ഇന്ത്യ 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത് അമേരിക്ക എത്തി. ഏത് വിഷയത്തിലെന്നറിയോ എന്റെ പെങ്ങന്മാരെ? പെണ്ണുങ്ങൾ പുകവലിക്കുന്ന വിഷയത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താ. 2 കെട്ട് വീടിയില്ലാതെ 1 കെട്ടിയോനും ഇപ്പൊ വീട്ടിൽ കയറാൻ പറ്റൂല. ഓട്ടിക്കും. പെണ്ണുങ്ങൾ കുടിക്കാൻ തുടങ്ങിയിരിക്കാൻ. ഈ അടുത്ത സമയത്തല്ലേ തിരുവനന്തപുരത്ത് രാത്രി ഒരു കാറ് പാമ്പ് വരുന്നത് പോലെ വരിക. നാട്ടുകാരൊക്കെ ഓടി കടക്കാത്ത കയറി കളഞ്ഞു. രാത്രി അവിടെ ഉണ്ടായിരുന്നവര്. ആ സമയത്ത് ഈ വണ്ടി നേരെ വന്നിട്ട് ഏതൊരു ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് നിന്നു. അപകടത്തിലല്ലേ? പോലീസും നാട്ടുകാരും എല്ലാവരും ഓടി വന്നിട്ട് ഡോറ് തുറന്നു നോക്കുമ്പോ ആരെന്നറിയോ? ഓടിച്ചിരിക്കുന്ന ആളിനെ കണ്ടിട്ട് ഞെട്ടിപ്പോയി നാട്ടുകാര്. ആരായിരുന്നു? എന്റെ പെങ്ങമ്മയുടെ സ്വന്തം സീരിയൽ നടിയാണ്. അവള് മദ്യപിച്ച് മതോന്മത്തയായി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വന്ന് ഏതോ ഒരു പോസ്റ്റിൽ ഇടിച്ച് നിന്നപ്പോൾ രക്ഷപ്പെടുത്താൻ ചെന്ന നാട്ടുകാർക്ക് പച്ചത്തറി. ഇന്ന് പെണ്ണുങ്ങൾ മദ്യപിക്കുന്ന കാലം തുടങ്ങി. ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് എന്റെ പ്രിയപ്പെട്ടവരെ 4+1 പഠിക്കുന്ന 16 വയസ്സുള്ള 4 പെൺകുട്ടികളെ പ്രധാന അധ്യാപിക കോളേജിൽ നിന്ന് പുറത്താക്കി. എന്താ കാര്യം? കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളെ ഉപദ്രവിച്ചതിന്റെ പേരിലല്ല. 16 വയസ്സുള്ള 4 പെൺപിള്ളേരെ കോളേജിൽ നിന്ന് പ്രധാനാധ്യാപിക പുറത്താക്കിയത്. ഇന്റർവെൽ ആയപ്പോൾ അവർ ബാഗിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മദ്യത്തിന്റെ കുപ്പി അവര് പൊട്ടിച്ചു കുടിച്ചു. 16 വയസ്സുള്ള 4 പെൺപിള്ളേര്. അപ്പൊ ഇതിന്റെ തന്തേം തള്ളയുടെ അവസ്ഥ ആലോചിച്ച് ചരുവത്തി കിടന്ന് അരിയും കുടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മക്കളുടെ കാര്യമാണെങ്കിൽ 16 വയസ്സേ ഉള്ളൂ എന്ന് ആലോചിച്ച് നോക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഒന്നും അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ KMFന്റെ പ്രവർത്തകർ അൽഹംദുലില്ലാ ഈ കല്യാണത്തിന്റെ വിഷയം, ഈ സാധു സംരക്ഷണ സമിതിയുടെ ഈ വിവാഹമൊക്കെ നടക്കുമ്പോൾ അതിന് അഭിമാനമുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് പാവപ്പെട്ടവരൊക്കെ ഏതെങ്കിലും ഒരു ഭർത്താവിനെ തന്റെ മകൾക്ക് വേണ്ടി ആണായിട്ടുള്ള ഒരുത്തനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ അത്ര കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് ഇവിടുത്തെ പണക്കാരൻ പണക്കൊഴുപ്പിന്റെ പേരിൽ കുഞ്ഞുമോളെ കെട്ടിക്കാനും ഭർത്താവിനെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവരിക. എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോർന്നിരിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കല്യാണ മാമാങ്കങ്ങൾ നോക്കിയിട്ട് 10-20 ചെമ്പ് ബിരിയാണി വെച്ചിട്ട് 15 എണ്ണം ചെലവായി, 5 എണ്ണം മിച്ചം വന്നു, 3 എണ്ണം കുഴിച്ചിട്ടു, കിറ്റ് കെട്ടി കൊടുത്തു വിട്ടു, എന്നിട്ടും ബാക്കി വന്നു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞു, മുത്തല്യങ്ങളുണ്ട്, നമുക്ക് അവർക്ക് കൊടുക്കാം. ആർക്കും വേണ്ട തിന്നാൻ വേണ്ടി കുറെ മുത്തല്യങ്ങൾ അടക്കുക, അവർക്ക് കൊണ്ട് കൊടുക്കാൻ പോവാ. ആദ്യം അവരെ വിളിച്ചിരുത്തിയിട്ടാ ഭക്ഷണം കൊടുക്കേണ്ടത്. എന്റെ സഹോദരങ്ങളെ, ഇത്രയും ആർഭാടങ്ങൾ കാണിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ചെറ്റക്കൂരകൾ അവരാരാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സന്ദർഭത്തിൽ ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിക്കൊണ്ട് പാവപ്പെട്ട സഹോദരിമാര് ഇന്ന് കണ്ണീരും കയ്യുമായി കഴിയുമ്പോൾ ഏതെങ്കിലും മാതാക്കള്, ഭർത്താവ് ആരും ആയിക്കോട്ടെ, നമുക്കൊന്നും അന്വേഷിക്കണ്ട, മക്കളുടെ കണ്ണീര് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മദ്യപാനികൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന എത്രയോ ഗതികെട്ട്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും മദ്യപിക്കുന്നതിന് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങൾ നോക്ക്, നമ്മുടെ മകളെ മദ്യപിക്കുന്ന ഒരുത്തന് കെട്ടിച്ചു കൊടുത്താൽ 1 വർഷത്തിനകം നമ്മുടെ മകള് ഏറ്റവും നമ്പർ 1 കുടിക്കാരിയായി മാറും. അത് സംശയമില്ല. ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ മദ്യപിക്കുന്ന എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഭാര്യ നിങ്ങളെ വഴക്കുറയെന്ന് വെച്ചപ്പോൾ പറയാണ്, ഉസ്താദെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുടിച്ചോണ്ട് ചെല്ലുന്നത്. ഇന്നിപ്പോ അങ്ങനെയാണ്. ഭർത്താവ് ചെന്നിട്ട് ഭാര്യമാരെ കുടിപ്പിക്കുകയാണ്. ഭർത്താവ് കുടിച്ച് പൂസായി വന്നിട്ട് ഭാര്യമാർക്ക് കുടിക്കുക, അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ. കുടിച്ചില്ലെങ്കിലോ രസമുള്ളതാ നീനോ കടി സ്വൽപ്പം കൂടി തർക്കിച്ചു നിന്നാ മുടി പിടിച്ച പിന്നിടി.
ഭാര്യയോട് പറയാം നല്ല രസമാടി. ഭാര്യ പറയും ഇക്ക ബാക്കി അടിക്കുന്ന സുന്നത്തല്ലേ, അതുകൊണ്ട് ഇക്ക കുടിച്ചിട്ട് അല്പമൊന്നും ഗ്ലാസിന്റെ ചുവട്ടി വെച്ചിട്ട് വെക്കും, ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കുടിച്ചോളാം. ഇന്ന് പെണ്ണുങ്ങൾ ആ ഒരു അവസ്ഥയിലെത്തിയിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇഷ്ടം റസൂലുള്ളാഹിന്റെ ഭാര്യമാരോടാണ്. ആ വിഷയത്തിൽ ഞാൻ മാറും. അള്ളാന്റെ റസൂല് പറഞ്ഞു മൂന്നാമതായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടെന്നറിയോ? ഒന്ന് മണവസ്തു, രണ്ട് എന്റെ ഭാര്യമാര്, മൂന്ന് അള്ളാന്റെ റസൂല് പറയുന്നു ഖുർറത്തു ഐനിൽ നിസ്കാരത്തിലെ എന്റെ കൺകുളിർമയാൽ നിസ്കാരത്തിലെ റസൂലുള്ളാഹിന്റെ കൺകുളിർമയുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട ദുനിയാവിലെ മൂന്നാമത്തെ കാര്യമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? മണവസ്തു ഇഷ്ടമാണ്. ഒരു പെണ്ണിനും വലിയ ഇഷ്ടമാണ്, ഭർത്താവിന് ഇഷ്ടമാണ്. കാരണം ഭർത്താവ് ഭാര്യയെ പുറത്തു പോകുമ്പോൾ സ്പ്രേ എടുത്തിട്ട് തലങ്ങും വിലങ്ങും അടിച്ചു കൊടുക്കാൻ, തലങ്ങും വിലങ്ങും അടിച്ചു കൊടുക്കാൻ. ഭാര്യയ്ക്കും ഭർത്താവിനും മണവസ്തു ഇഷ്ടമാണ്. അതുപോലെ ഭാര്യമാരെ നമുക്ക് വലിയ ഇഷ്ടമാണ്. ഒരാളെന്നോട് പറഞ്ഞു, ഉസ്താദെ ഇപ്പൊ എന്റെ ഭാര്യയോടുള്ള സ്നേഹം എനിക്ക് ഒരുപാടങ്ങ് കൂടിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ എന്താ? കൂടി എന്റെ ഭാര്യയോടുള്ള സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പൊ അപ്പുറത്തെ വീട്ടിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണിനും അങ്ങനെ തന്നെ, ഭർത്താവിനുള്ള സ്നേഹം ഒഴുകി നിറഞ്ഞ് കവിഞ്ഞിട്ട് ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞത് എന്താണ്? നിസ്കാരത്തിലെ കൺകുളിർമ. ബാങ്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഉൾക്കിടിലം, ഒരു സന്തോഷം നമുക്കുണ്ടോ? നമുക്ക് ആകെയുള്ള ഏറ്റവും വെറുപ്പുള്ള ഒരു ബാങ്കുണ്ട് നമുക്ക്, സുബഹിയുടെ ബാങ്ക്. സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ചിലര് സുബഹിയുടെ ബാങ്ക് കേൾക്കൽ തന്നെ ഇല്ല. എന്റെ സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാങ്കുണ്ട്. അതേത് ബാങ്കാണ്? ഏത് ബാങ്കാ? അതെപ്പോഴും കിട്ടൂല. വർഷത്തില് ഒരു മാസം, അതും ഒരു വക്കത്ത്. ഏതാ? റമളാനിലെ മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. കാരണം എന്താണ്? 6 മണിയാകുമ്പോഴേ നമ്മൾ നോക്കും, ഇടയ്ക്ക് വാച്ചങ്ങാനം നിന്ന് പോയാലോ ഓട്ടം. നമ്മൾ ഏത് പള്ളിയിൽ ആദ്യം ബാങ്ക് കേൾക്കും, നമ്മൾ അപ്പോഴും നോമ്പ് തുറന്നിരിക്കും. ചാപ്പാട് കഴിക്കാൻ വേണ്ടിയിട്ട് മഗ്‌രിബിന്റെ ബാങ്ക് വലിയ ഇഷ്ടം. അതിനപ്പുറം നമുക്ക് അങ്ങനെ പോരെ പ്രിയപ്പെട്ടവരെ. യൂറോപ്പിന്റെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയായിരുന്ന, മാസം തോറും ഡോളർ കണക്കിന് ശമ്പളം പറ്റിയിരുന്ന യൂറോപ്പിന്റെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയായിരുന്ന എന്റെ പ്രിയമുള്ളവരെ, കാച്ചീവൻ അവസാനം എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇസ്ലാമിലോട്ട് വന്ന് യൂസുഫുൽ ഇസ്ലാമായത്? കാച്ചീവൻ എന്ന് പറയുന്ന യൂസുഫുൽ ഇസ്ലാം എന്തുകൊണ്ടാണ് ഇസ്ലാമിലോട്ട് കടന്നു വന്നത്? അദ്ദേഹം മൊറോക്കയുടെ ഒരു നഗരവീതിയിലൂടെ നടന്നു പോയിട്ട് ഒരു കടലിന്റെ ഓരത്തൂടെ നടന്നു പോകുമ്പോ മൊറോക്കയുടെ നഗരവീതിയിലൂടെ ഒഴുകുന്നതായ കടലിന്റെ തിരമാലകൾ എന്നിട്ട് ഒരുപാട് സംഗീതം എഴുതണം, ഒരുപാട് സംഗീതം ആസ്വദിക്കണമെന്ന ചിന്തയോടെ യൂറോപ്പ് സംഗീതത്തിന്റെ കുലപതിയായിരുന്ന, പോപ്പ് സംഗീതജ്ഞനായിരുന്ന ആ കാച്ചീവന് മൊറോക്കയുടെ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ നിസ്കാരത്തിലേക്ക് വരിക, വിജയത്തിലേക്ക് വരിക, നിസ്കാരമാണ് വിജയം, വിജയമാണ് നിസ്കാരം എന്നുള്ള ബാങ്ക് കേട്ടപ്പോൾ, മൊറോക്കയുടെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അലകടിച്ച ബാങ്കിന്റെ നാദം കേട്ടപ്പോൾ യൂറോപ്പിന്റെ പോപ്പ് സംഗീതത്തിന്റെ കുലപതി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലോട്ട് കടന്നു വന്നു. എന്തുകൊണ്ടാ യൂസുഫുൽ ഇസ്ലാം എന്ന പേര് കിട്ടിയത്? എന്റെ സഹോദരങ്ങളെ, അദ്ദേഹം ഖുർആനിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പഠിച്ചു. ആ പരിഭാഷ പഠിക്കുമ്പോൾ ഓരോ സൂറത്തുകൾ പഠിച്ചു. അങ്ങനെ സൂറത്തുകൾ പഠിച്ചു വന്നപ്പോൾ യൂസുഫ് എന്ന സൂറത്തെത്തി. യൂസുഫ് എന്ന സൂറത്ത് ചെറിയ കുട്ടിയായിരുന്ന, സുന്ദരനായിരുന്ന ചെറിയ കുട്ടി എന്റെ പ്രിയമുള്ളവര് സഹോദരങ്ങൾ കൊണ്ടുവന്ന് അടിമച്ചന്തയിൽ കൊടുത്തപ്പോൾ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് കാപ്പില കൂട്ടങ്ങളുടെ കയ്യിലെന്തിട്ട് അടിമച്ചന്തയിൽ വന്നപ്പോൾ അദ്ദേഹം സുന്ദരനായതുകൊണ്ട് സുന്ദരമാരമിക്കുന്ന അടിമച്ചന്തയിലെ വിൽപ്പന ചരക്കായിരുന്നപ്പോൾ ഞാനും യൂറോപ്പിന്റെ പോപ്പ് സംഗീതത്തിന്റെ ചന്തയിലെ ഒരു മുത്തായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കി കേട്ടോ. എനിക്ക് യൂസുഫ് നബിയുടെ പേര് വേണമെന്ന് പറഞ്ഞു യൂസുഫുൽ ഇസ്ലാം എന്ന് പേരിട്ടുകൊണ്ട് ആ കാച്ചീവന് മൊറോക്കയുടെ പള്ളിയുടെ മിനാരത്തിന് ബാങ്ക് കേട്ടിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വന്നെങ്കിലോ, കോടിക്കണക്കിന് ഡോളറുകൾ മാസം തോറും പറ്റിയിരുന്ന അദ്ദേഹം ഇസ്ലാമിലോട്ട് കടന്നു വന്നെങ്കിലോ, മുൻപായപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ എത്രയോ സഹോദരങ്ങളാണ് കിടപ്പിന്നുകളിൽ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുക. പെങ്ങളെ സൂര്യന്റെ മുമ്പിൽ പെട്ടുകിടക്കുമ്പോ മഗ്‌രിബിന്റെ സമയം കഴിയും, ഇശാഇന്റെ സമയം കഴിയുമ്പോൾ സുന്ദരമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വസ്ഥകരമായ ബാങ്കിന്റെ നാദം വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ നഷ്ടപ്പെടുത്തി കളയാനുള്ള മനസ്സുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ ബാങ്കിലെ കാലുച്ചപ്പില് എന്റെ പെങ്ങന്മാര് സീരിയലിന്റെ സൗണ്ട് വെച്ചുകൊണ്ട് അതിന്റെ ശബ്ദരേഖ കേട്ടുകൊണ്ട് അതിന്റെ ചിത്രം കണ്ടുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറയുകയാണ്, പോരാ മുസ്ലിമേ പോരാ, ഇനി എന്നാ നന്നാവുക, ഇനി എന്നാ നന്നാവുക? ലോകാവസാനത്തിന്റെ ചെറിയ അടയാളങ്ങൾ കണ്ടു തുടങ്ങി, ഇനി വലിയ അടയാളങ്ങൾ മാത്രം
മാത്രമേ ബാക്കിയുള്ളൂ. ലോകം എപ്പോഴും അവസാനിക്കുന്നത് പറയാൻ കഴിയില്ല. നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, നിസ്കാരത്തിന്റെ കൺകുളിതമേ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് പറയണം, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി അങ്ങനെ ആയിരുന്നു. കൈകെട്ടി കഴിഞ്ഞാൽ അസീസുൻ കഅസീസിൽ മിർജലി, ചീനിച്ചട്ടി തിളയ്ക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ ആ നെഞ്ച് കിടന്ന് പിടയ്ക്കുമായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ ആ ഭയഭക്തി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായി പറയാൻ സമയമില്ല, മറ്റൊരവസരത്തിലാകട്ടെ. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് രണ്ടാമത്തത് എന്നറിയോ? 6 കൂട്ടര്, 6 സ്വഭാവങ്ങളിൽ രണ്ടാമത്തത്. അള്ളാഹു നമുക്ക് ഈ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര മണിക്കൂറാണ്? 1.5 മണിക്കൂറാണ്. രണ്ടാമത്തെ വിഭാഗം ഞാൻ ചുരുക്കി പറയാം. രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? വല്ലദീനഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ, വല്ലദീനഹും അനിൽ ലഹ്വി മുഅ്രിദൂൻ. ഒരിക്കലും നമ്മൾ തെറ്റിലേക്ക് പോകാൻ പാടില്ല. ഒരിക്കലും അസത്യവുമായി നമ്മൾ രാജിയാകാൻ പാടില്ല. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ തിന്മയുമായിട്ട് നമ്മൾ സന്ധിയാകാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അധർമ്മവുമായിട്ട് നമ്മൾ പങ്കാളികളാകാൻ പാടില്ല. അധർമ്മത്തിൽ നിന്ന് ദൂരെയാണ് നമ്മൾക്കാകേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാ മതങ്ങളും തന്നെ പഠിപ്പിക്കുക. നിങ്ങൾ കരുതുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങൾ മാത്രമാണ്? അല്ല, എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അധർമ്മത്തിൽ നിന്നവർക്ക് മാറണമെന്നും ധർമ്മം വേണമെന്നും അസത്യത്തിൽ നിന്ന് മാറി സത്യം വേണമെന്നും ഇവിടെയുള്ളൊരു ജീവിതം ഇനിയൊരു ജീവിതം വരാനുണ്ട്, അവിടെയാണ് ജീവിതമെന്ന് മനസ്സിലാക്കുന്നവരെ എല്ലാവരും. അതുകൊണ്ടല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഹൈന്ദവര് പോലും പറയുന്നത് ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി എന്ന് പറഞ്ഞ് ഓംകാര പ്രാർത്ഥന നടത്തുന്നത് എന്തുകൊണ്ടാണ്? അധർമ്മത്തിൽ നിന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഒത്തിരി ജംഗ്ഷനിലുണ്ട്. അവരെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാ, ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നത്, യജുർവേദവും ഋഗ്വേദവും അധർമ്മവേദവും ഒക്കെ പഠിപ്പിക്കുന്നത് അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. നമ്മൾ ദ്വാരക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു ഉയർത്തണേ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നമ്മളെ നേരായ പാതയിൽ നടത്തണം തമ്പുരാനെ. പിഴച്ച പാതയിൽ ഞങ്ങൾ നടത്താൻ പാടില്ല. ക്രിസ്ത്യാനികളും അങ്ങനെ പറയുന്നത്, ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ പറയുന്നത്. നമുക്ക് മാത്രമാണ് സ്വർഗ്ഗമുള്ളത്, അവർക്ക് കൊണ്ട് സ്വർഗം ഇല്ലെങ്കിൽ അവര് സൺഡേ സ്കൂളിലെ കുരിശുമാല എഴുതിയിട്ട് അവർ പാടൂലല്ലോ. ഇവിടെ ഞാൻ പരദേശിവാസിയാണല്ലോ, അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാനൊരുവൻ പടവിലുണ്ട്. അവര് പ്രാർത്ഥിക്കുന്നു, ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഞങ്ങൾക്ക് രക്ഷപ്പെടുമെന്ന് ക്രിസ്ത്യാനികളും പാടുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാവരും പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോ, എല്ലാവരും അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്. നമ്മുടെ KMYF-ന്റെ പ്രവർത്തകർ, ഒരു അമുസ്ലിം സഹോദരി അല്ലേ, കഴിഞ്ഞ വർഷമുണ്ട് ഇപ്രാവശ്യമുണ്ട്. കഴിഞ്ഞ വർഷം ഒരു സഹോദരിയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു സഹോദരൻ ഇന്ന് 50,000 രൂപ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി തന്നിരിക്കാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ആ സഹോദരൻ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങളും ഇതുപോലെ 15 പവൻ, 1 പവനൊക്കെ കൊടുക്കാനുള്ള കഴിവുള്ളവരൊക്കെ ഇവിടെയുണ്ട്. ഞാൻ അത്രയൊന്നും ചോദിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അതിൽ ഭാഗവാക്കാകണം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് 1/2 പവനും 1/4 പവനും 12,000 രൂപ 6,000 രൂപ ഈ കണക്കിന് ഇൻഷാ അള്ളാഹ് മനസ്സുള്ളവർ ഇതുമായി സഹകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് നന്നാവാൻ അല്ലാഹു തആല തന്ന മാർഗങ്ങൾ അത് നമ്മൾ അവലംബിക്കണം. ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോകാൻ പാടില്ല. ഒരു തെറ്റിലേക്ക് ഒരു മനുഷ്യനും പോകാൻ പാടില്ല. അതിൽ നിന്ന് മാറി നിൽക്കണം. നമ്മൾ എന്തിനാണ്? ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ തനതായ ശൈലി എന്ന് പറഞ്ഞാൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർകുഹു മാ ലാ യഅനി നബി മുഹമ്മദ് മുസ്തഫ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി തലയിടാൻ പാടില്ല. രണ്ടുപേരും വഴക്കൂടപ്പോ ഒരുത്തം പറഞ്ഞുവിടാ, നീ മിണ്ടാന്നില്ലെങ്കിൽ നിന്റെ 64 പല്ലും 68 പല്ലും ഞാൻ അടിച്ച് 64 പല്ലും അടിച്ച് മുട്ടിയിടുമെന്ന് പറഞ്ഞു. 64 പല്ലും അടിച്ച് മുട്ടിയിടുമെന്ന് പറഞ്ഞപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരുന്നവർക്ക് ചോദിച്ചേടാ, യവൻ മണ്ടൻ തന്നെ, ഒരു മനുഷ്യന് 64 പല്ലുണ്ടോ, 32 പല്ലല്ലേ ഉള്ളൂ. അപ്പോഴാ യവൻ പറഞ്ഞു, എടാ നീ ഇതിൽ ഇടപെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിന്റെയും കൂടെ കൂട്ടിയിട്ടാ ഞാൻ 64.
എന്റെ സഹോദരങ്ങളെ, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത തലയിടാൻ പോകുന്നത്? വെറുതെ നമ്മൾ ഓരോന്നിലും പോയി തലയിടാറുണ്ട്. മൂസാ നബിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അബദ്ധം പറ്റിയില്ലേ? അങ്ങനെയല്ലേ കൊലപാതകത്തിൽ കലാശിച്ചത്? അതൊക്കെ ചരിത്രം വേറെയാണ്, പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് രണ്ടാമത് ഒരു തെറ്റിലും നമ്മൾ പോകാൻ പാടില്ല. ഒരു രീതിയിൽ നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ റസൂൽ ചെറിയ ബാലനായിരിക്കുമ്പോൾ പ്രവാചകന്റെ ബാല്യകാലത്ത് ഒരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി ആടിനെ മേച്ചുകൊണ്ട് പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആടിനെ മേച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു കല്യാണത്തിന്റെ ആഘോഷം നടക്കാൻ, അതിന് നല്ല പാട്ട് പാടിയിട്ട് ഇസ്ലാമിൽ നിന്ന് ഒരു മനുഷ്യനെ ആ ഇസ്ലാമികമായ ജീവിതത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന രീതിയിലുള്ള പാട്ടുകൾ പാടിയപ്പോൾ നബിതങ്ങൾക്ക് അത് കാണാനും കേൾക്കാനുമുള്ള ഒരു ആഗ്രഹം തോന്നി. ചെറിയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്റെ കയ്യിൽ ആട്ടിൻപറ്റങ്ങൾ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് പോയി അത് കേട്ടിട്ട് വരട്ടെ. റസൂലുള്ളാഹി നടന്നുപോയി. ആ സന്ദർഭത്തിൽ അന്ന് ചെറിയ കുട്ടിയാണ്. അവിടെ ചെന്ന് ആ കല്യാണ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്തിയ സമയത്ത് അള്ളാഹു ഉറക്കിക്കളഞ്ഞു. റസൂലുള്ളാഹി എപ്പോഴാ ഉണർന്നെന്നറിയോ? പിറ്റന്ന് നേരം വെളുത്തു സൂര്യന്റെ ചൂട് റസൂലുള്ളാഹിന്റെ മുഖത്ത് അതിന്റെ രശ്മി അടിച്ചപ്പോൾ നബി തങ്ങൾ പെട്ടെന്ന് കണ്ണു തുറന്നു. അതിനിടയിൽ ആഘോഷം കഴിഞ്ഞു, പാട്ടും കൂത്തും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നിങ്ങൾ നോക്ക് എന്റെ സഹോദരങ്ങളെ, ചെറിയ പ്രായത്തിൽ പോലും അല്ലാഹു തആല ബാലചാബല്യങ്ങൾ പോലും കഴുകി ശുദ്ധിയാക്കി പ്രവാചകനെ സംരക്ഷിച്ചെങ്കിൽ അത് പ്രവാചകന്റെ സ്വഭാവമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറണമെങ്കിൽ ഞാൻ മദ്യപിച്ചില്ല, അതെനിക്ക് തീരെ ഇഷ്ടമില്ല, പക്ഷേ കൂട്ടുകാരനക്ക് നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് അവര് മദ്യപിക്കുമ്പോൾ ഞാനും നടത്തു പോയിരുന്നു. ഉസ്താദേ, വേണ്ട മോനെ, പോയിരിക്കണ്ടടാ. ആര് നിന്ന് ഒഴിഞ്ഞാലെന്താ, ആര് തള്ളി പറഞ്ഞാലെന്താ, ആരില്ലെങ്കിലെന്താ, പടച്ചോ നിനക്കില്ലേ? അതല്ലേ നിനക്ക് വേണ്ടത്? എല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞാല് പടച്ചോരുണ്ടല്ലോ. എല്ലാരും നിന്നെ വീട്ടിൽ എത്തിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ, തെല്ലൊരിശാദം കൂട്ടിനു നീങ്ങി. എല്ലാരും നിന്നെ വീട്ടിൽ എത്തിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ, തെല്ലൊരിശാദം കൂട്ടിനു നീങ്ങി. ആര് പോയാലെന്താ, ആരല്ല നമ്മളെ കൈയൊഴിഞ്ഞാലെന്താ, ആരല്ലോ നമ്മളെ മോശമായി പറഞ്ഞാലെന്താ? അള്ള കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടുന്നതെന്തിനാ? പണച്ചോറുണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടുന്നതെന്തിനാ? ഭാര്യ പോട്ടെ പ്രശ്നമല്ല, മക്കള് പോട്ടെ പ്രശ്നമല്ല, ആര് പോയാലും കുഴപ്പമില്ല. അല്ലാഹുവേ, നീയുണ്ടല്ലോ, എന്നെ ഞാനാക്കി മാറ്റി നീയല്ലേ. അല്ലാഹുവേ, നീയുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഭയപ്പെടുന്നതെന്തിനാ? അതുകൊണ്ട് കൂട്ടുകാരെ കാര്യം പറഞ്ഞിട്ട് മദ്യപിക്കുന്ന കൂട്ടുകാരന്റെ കൂടെ പോയിരിക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരു കാരണവശാണ് എന്റെ പ്രിയപ്പെട്ട ഇതിന്റെ പ്രവർത്തകരെ പോകാൻ പാടില്ല. നിങ്ങളൊരു പക്ഷേ മദ്യപിക്കാത്തവരാണ്. ബഹുമാനരായ ഉസ്താദുമാർ നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ യുവജന പ്രസ്ഥാനമായ KMYF-ന്റെ മെമ്പർഷിപ്പ് എടുത്തവനോ മദ്യപിക്കാൻ കഴിയൂല, അവന് പെണ്ണ് പിടിക്കാൻ കഴിയൂല, അവന് ചീട്ട് കളിക്കാൻ പറ്റൂല. ആ അവസരത്തില് ഉസ്താദെ കൂട്ടുകാരെല്ലാവരും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ മദ്യപിക്കൂല. പക്ഷെ മദ്യപിക്കുന്ന കൂട്ടുകാരന്റെ സഭ്യയിൽ ഞാൻ പോയിരുന്നു. പക്ഷെ അവര് മദ്യപിച്ചപ്പോൾ ഞാൻ കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ മദ്യപിക്കണ്ട. അവന്റെ അടുത്ത് പോയി നീയും ഇരുന്നോ. നാളെ പരലോകത്ത് പൊന്നുമോളെ, നീ കണ്ണ് കണ്ടുകൂടാത്തവനായി കടന്നു വരുന്നതോ. പെങ്ങളെ, നിന്റെ ഭർത്താവ് മദ്യപാനിയ, നിന്റെ ആങ്ങള മദ്യപാനിയ, നിന്റെ പൊന്നുമോ മദ്യപാനിയ, നിന്റെ മകൻ മദ്യപാനിയ. അവരുടെ അടുക്കൽ പോയി നീ എന്നിരിക്കുമ്പോ ഒരു കാര്യം മനസ്സിലാക്കിക്കോളെ, തീക്കട്ടയുടെ അടുത്തോ പോയിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ പെങ്ങന്മാരുടെ കുടുംബത്തിലുള്ള മദ്യപാനികളെ അല്ലാഹു അതിൽ നിന്ന് മാറ്റട്ടെ. അല്ലാഹു നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ പറയുകയാണ് സഹോദരങ്ങളെ, മദ്യം ഇന്ന് കയറിപ്പോയി. ഇന്ന് പള്ളിയിൽ പോലും മദ്യപാനം തുടങ്ങി. കഴിഞ്ഞ റമളാനില്
പിറകാണുന്നതുമായി ബന്ധപ്പെട്ട് സെറ്റിയിലെ ഇമാമിങ്ങളോ പാളയം മുസ്ലിം ജമാഅത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ മുനിപ്പാള ഇമാം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ് അവിടെ ഇമാമിങ്ങൾ ഉൾക്കൊണ്ടത്. എന്താണെന്നറിയോ? മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിലോ റമദാനിന്റെ അസ്ര നമസ്കാരത്തിന്റെ ദിവസത്തിലോ അസ്ര നമസ്കാരത്തിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ പള്ളിയുടെ മുകളിലത്തെ നിലയിൽ നിന്ന് നല്ല തിരക്കായിരുന്നതുകൊണ്ട് ആ മലപ്പുറത്തെ മുസ്ലിം പള്ളിയുടെ മുകളിലത്തെ നിലയിൽ നിന്ന് അസർ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും തിങ്ങിത്തിരങ്ങിയാ ഇറങ്ങി വന്നത്, എല്ലാവരും തിക്കിത്തിരങ്ങിയാ ഇറങ്ങി വന്നത്. തിരക്ക് പിടിച്ച പള്ളിയിൽ നിന്ന് അസർ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വരുമ്പോ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. ആ മനുഷ്യൻ എടുത്തിരിക്കുന്നത് മുണ്ടാണ്, തൊപ്പി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യനടാ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വരുന്നതിനിടയിൽ ആ മനുഷ്യന്റെ മുണ്ടം നടിഞ്ഞു പോയി. ആ മനുഷ്യന്റെ മുണ്ടം നടിഞ്ഞു പോകുമ്പോൾ അതാ പള്ളിക്കകത്തൊരു വല്ലാത്ത ശബ്ദം കേട്ടു. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഏറ്റവും പവിത്രമായ നിസ്കാരമാണ് അസ്ർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ നമസ്കാരത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിലെ അസ്ർ നിസ്കാരത്തിലെ പങ്കെടുത്ത ഒരു മനുഷ്യന്റെ മുണ്ടടിഞ്ഞപ്പോ ആ മുണ്ടിൽ നിന്ന് താഴേക്ക് വീണത് എന്റെ പ്രിയപ്പെട്ടവരെ മദ്യപ്പിന്റെ ഇത്ര നീളമുള്ള ഒരു കുപ്പിയ പള്ളിക്കകത്ത് വീണ് പൊട്ടിത്തെറിച്ചു പോയെങ്കില് ഇത് പറയുമ്പോൾ മറ്റുള്ളവരെ കേൾക്കുമല്ലോ എന്ന് നിങ്ങൾക്ക് സംശയം വന്നേക്കാ. അവര് മുസ്ലിമല്ല, ഇതെന്നെ കണ്ടുകൊണ്ടുള്ള മതമല്ല, ഇവിടെ ഇരിക്കുന്നവരെ കണ്ടുകൊണ്ടുള്ള മതമല്ല. ഞാൻ ദാടി വെച്ചവനാണ്, ഞാൻ പ്രസംഗിക്കുന്നവനാണ്, ഞാൻ പൈസ വാങ്ങിയോ അത് ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത്? ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടല്ല, അത് അള്ളാന്റെ മതമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, തെറ്റിൽ നിന്ന് മാറുന്നു, പെങ്ങളെ തിന്മകളിൽ നിന്ന് മാറുന്നു. നീ നിന്റെ വീട്ടില് നിന്റെ എല്ലാ ബന്ധുക്കളും സീരിയൽ കാണുന്നവരാണ്. നിന്റെ മരുമക്കൾ കാണും, മക്കള് കാണും, പേരക്കുട്ടികൾ കാണും. വേണ്ട ഉമ്മ, മരിക്കേണ്ടവരല്ലേ. എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. എല്ലമ്പലത്തെ ഒരു ഹിഫ്ള് കോളേജിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനും മുജീബ് മൗലവി എന്ന് പറയുന്ന പണ്ഡിതന് ഈ വെമ്പായത്തിനടുത്ത് 2 ആഴ്ചക്ക് മുമ്പല്ലേ തേക്കടയിലുള്ള ഭാര്യ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യയും 1 വയസ്സ് മാത്രമുള്ള പൊന്നുമോനെയും വിളിച്ചുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തവരെ ഭാഗത്ത് വെച്ചല്ലേ ടയറ് പഞ്ചറായിട്ട് അടുത്ത് നിർത്തിയിരുന്ന ലോറിയിൽ തടികേറ്റ് നിർത്തിയിരുന്ന സമ്മർദ്ദത്തില് പ്രിയപ്പെട്ട സഹോദരൻ ഓടിച്ച ബസ് ആ കാറ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ലോറിയുടെ അടിയിലേക്ക് കയറിപ്പോയി. അവസാനം വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തപ്പോൾ ആ സഹോദരൻ ഇന്നും ഓർമ്മ വരാതെ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഭാര്യ കൈകാലുകൾ വെച്ച് കെട്ടിക്കിട്ട് വീട്ടിൽ കിടക്കുകയാണ്. പക്ഷേ ഒരുപാട് സ്വപ്നം കണ്ട എന്റെ 1 വയസ്സുള്ള പൊന്നുമോനുണ്ടല്ലോ, ഒരുപാട് മോഹത്തോടെ വളർത്തിയെടുത്ത പൊന്നുമോ, ചുളിയും വനം കൊടുത്ത പൊന്നുമോ, പൊന്നുമോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ICU മരണത്തോട് മുഖാമുഖമായി കിടക്കുമ്പോ എന്റെ സഹോദരങ്ങള് ആ 1 വയസ്സുള്ള പൊന്നുമോ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഉമ്മാന്റെ മടുത്തത്തിൽ കിടന്നു മോളകാട്ടി, പല്ലില്ലാത്ത മോളകാട്ടി പുഞ്ചിരിച്ച പൊന്നുമോ ആ സമയത്ത് എവിടെയെന്നറിയോ? അനാഥ പ്രേതങ്ങളോടൊപ്പം മെഡിക്കൽ കോളേജിന്റെ സ്ഥിരീകരിച്ച മോർച്ചറിയുടെ ഉള്ളില് പോസ്റ്റ്മോർട്ടത്തിന് വിധേയരായി കിടക്കുമ്പോൾ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയൂല, എവിടെ വെച്ചാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയൂല. എന്റെ സഹോദരങ്ങള്, ഞാൻ താമസിക്കുന്നത് പനവൂർ എന്ന പ്രദേശത്താണ്. നിങ്ങൾ അറിയുമല്ലോ, പനവൂര് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ അപകടം നടന്നു. നിങ്ങൾ എല്ലാവരും അറിഞ്ഞതല്ലേ? നിസാർ എന്ന പേരുള്ള സഹോദരൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളുമാകട്ടെ ആയൂര് മഞ്ഞപ്പാറയിലുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ വീട്ടിലോ പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ ദിവസത്തില് ഒരാഗ്രഹം തോന്നി ഉമ്മാന്റെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ആ സഹോദരൻ തന്റെ ഭാര്യ മക്കളോടൊത്ത് എന്റെ ഉപജീവന മാർഗമായ ഓട്ടോയില് യാത്ര ചെയ്ത് ആയൂര് മഞ്ഞപ്പാറയിലെത്തി. ആ പ്രിയപ്പെട്ട സഹോദരൻ ഉമ്മായോടൊപ്പം ഭക്ഷണം കഴിച്ചു. മടക്കയാത്രയിൽ പ്രിയപ്പെട്ടവര് ആ കിളിമാനൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, പൊരുന്തമണെന്ന് പറയുന്ന പ്രദേശത്ത് ഒരുപാട് സഹോദരങ്ങളുടെ ജീവനെടുത്ത ഒരുപാട് കുടുംബത്തിന്റെ മോഹ സ്വപ്നങ്ങളല്ലോ ചില്ലുകൊട്ടാരം പോലെ തകർത്തെറിഞ്ഞ ആ പൊരുന്തമണെന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ നിസാർ എന്ന സഹോദരൻ ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്,
തലേ ദിവസം കടൽ കാണിക്കാൻ കൊണ്ടുപോയി പൊന്നുമക്കളോട് പറഞ്ഞു, മക്കളെ വാപ്പ ഇനി കാട്ടിത്തന്നില്ലെന്ന് പറയല്ലേ റബ്ബിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് മക്കളെ കൊണ്ടുവന്ന് കടൽ കാണിച്ചു കൊടുത്തു. ഉമ്മാന്റെ അടുക്കൽ പോയി ഉമ്മാന്റെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചു. ആ സഹോദരൻ മടങ്ങി വരുമ്പോൾ കിളിമാനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ എതിരെ വരുന്ന വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ആ നദരോടിൽ പെടിഞ്ഞു പോയത്, നദരോടിൽ പൊലിഞ്ഞു പോയത് 14 ജുസു പഠിച്ച പൊന്നുമോനല്ലേ. ആ കുടുംബത്തിൽ 4 പൊന്നുമക്കള്, ഉപ്പാനും ഉമ്മാനും താമസിച്ച് തെറ്റക്കൂരയില് ഇന്നാകെ ഉള്ളതൊരു മോളും ഉമ്മായും മാത്രമാണ്. 3 പൊന്നുമക്കള്. അതുപോലെ ആലിസാരെന്ന സഹോദരന് ഇന്ന് പലപ്പോഴും മുസ്ലിം ജമാഅത്തിന്റെ പുത്തമ്പള്ളിയുടെ ഖബർസ്ഥാനില് എന്റെ പ്രിയമുള്ളവരെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുമ്പോ എപ്പോഴോ മരണമെന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ വിനയത്തിന്റെ ഭാഷകൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, വല്ലദീനവും അനില്ലവരിമൗര്യോ, തിന്മയിൽ നിന്ന് മാറിക്കോ, തെറ്റുകളിൽ നിന്ന് മാറിക്കോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും കൂട്ടുകാർ കൂടുതലുള്ളത് ഹറാമുകൾ പ്രവർത്തിക്കുമ്പോഴാണ്. നിസ്കാരമുള്ളവന് ആള് കുറവാണ്, കൂട്ടുകാർ കുറവാണ്. നമ്മുടെ നാട്ടിലുള്ള കാര്യം എടുത്താൽ മതി. നിസ്കരിക്കാൻ സ്ഥിരമായി പള്ളിയിൽ പോകുന്നവനാണോ കൂട്ടുകാർ കൂടുതലുള്ളത്? അതല്ല സ്ഥിരം ഷാപ്പിൽ പോകുന്നവനാണോ കൂട്ടുകാരുള്ളത്? നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ യുവാക്കളെയൊക്കെ അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. മൂന്നാമത്തത് ഞാൻ ചുരുക്കി പറയാം. മൂന്നാമത്തെ കാര്യം അള്ളാന്റെ ഖുർആൻ പറയുന്നു, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. അത് ഇൻഷാ അല്ലാഹ് അവസാനം പറയാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കാം. അത് കഴിഞ്ഞ 4ാമത്തെ വിഷയം ഞാൻ പറയും. ഈ 3ാമത്തെ ഇൻഷാ അല്ലാഹ് അവസാനം പറഞ്ഞ് നമുക്ക് നമ്മുടെ വിഷയം അവസാനിപ്പിക്കണം. 4ാമതായി അല്ലാഹു പറയുന്നു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവരവരുടെ ചാരിത്രത്തെ സംരക്ഷിക്കുന്നവരാണ്. അല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുന്ദരിയായ പെണ്ണ് മാടി വിളിച്ചല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു, ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സുന്ദരിയാണ്, സുമുഖിയാണ്. യൂസുഫ് നബി പ്രവാസിയാണ്, അവിവാഹിതനാണ്. വിളിച്ചത് യജമാനത്തിയാണ്, താനൊരു അടിമയാണ്. 4 ഭാഗത്തും കതവ് കുറ്റിയിട്ടിരിക്കുകയാണ്, കൊട്ടാരത്തിനകത്താണ്. എല്ലാ അർത്ഥത്തിലും വിചാരത്തിലേക്ക് അടുത്തു പോകുന്ന സാഹചര്യം വന്നപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാടി വിളിച്ച സുന്ദരിയായ പെണ്ണിനോട് പറഞ്ഞത്, പെണ്ണെ, നിന്റെ ശരീരത്തിന്റെ ദാഹം തീർക്കാൻ ഞാൻ നിന്നോടൊപ്പം വന്നാൽ അള്ള എനിക്ക് തന്ന സ്വർഗത്തിന്റെ സ്ഥാനം നഷ്ടമായി പോകും. ആ സ്വർഗത്തിന്റെ സ്ഥാനം നഷ്ടമായി പോകും. ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, വ്യഭിചാരത്തിന്റെ വിഷയം. എന്റെ സഹോദരിമാരോട് ഞാൻ പറയാണ്, എത്ര നിങ്ങളെ കളിയാക്കിയാലും ആക്ഷേപിച്ചാലും, പ്രസംഗിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന നിങ്ങളാണ്, സ്വർണം തരുന്ന നിങ്ങളാണ്, ഒക്കെ നിങ്ങളാണ്. എങ്കിലും വേദനയോടൊരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ആ വിഷയത്തിൽ ഇന്ന് അകപ്പെട്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ അകപ്പെട്ടത് നമ്മുടെ സഹോദരിമാര്. അള്ളാഹു അതുകൊണ്ടാണ് മോഷണത്തിന്റെ കാര്യം ഇന്നിപ്പോ മോഷണം പെരുകിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലായി മോഷണം ഇല്ലാത്തത്. വടക്കൻ ജില്ലയിൽ പോയാൽ വാള് കേൾക്കാൻ ഒരു ദിവസം ഭർത്താവ് പോയാൽ പിറ്റന്നേ ഭാര്യ വരും. അതുകൊണ്ട് അവിടെയൊക്കെ 2 ദിവസം വാള ഡേറ്റ് കൊടുക്കുന്നത്. ഭർത്താവ് വരുമെങ്കിൽ ഭാര്യ വരൂല, ഭാര്യ വരുമെങ്കിൽ ഭർത്താവ് വരൂല. കാരണം 2 പേരും വന്ന വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോകും. പേടിയാണ്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ മോഷണം പറയും. അള്ളാഹു മോഷണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആനിൽ പറഞ്ഞത് വസാരിക്കു വസാരിക്കത്തു. ആദ്യം പറഞ്ഞത് മോഷ്ടിക്കുന്ന പുരുഷൻ, മോഷ്ടിക്കുന്ന പെണ്ണെന്നാണ്. ഇതേപോലത്തെ ഒരു തെറ്റാണ് വ്യഭിചാരം. അല്ല, അതിനേക്കാളും കഠിനമാണ്. അത് പറഞ്ഞപ്പോ അള്ള പറഞ്ഞ എന്തെന്നറിയോ? അസ്സാനിയത്തു വസ്സാനി. വ്യഭിചരിക്കുന്ന പെണ്ണ്, വ്യഭിചരിക്കുന്ന പുരുഷൻ. ആദ്യം അള്ള പറഞ്ഞ വ്യഭിചരിക്കുന്ന പെണ്ണിന്റെ കാര്യമാണ്. എന്തുകൊണ്ടാണ്? അതിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തു പോകുന്ന എന്റെ സഹോദരിമാരാണ്. അതിന് വളരെ പ്രധാനപ്പെട്ടത് ഇന്നത്തെ മൊബൈലാണ്. മൊബൈല് ഇന്ന് പെരുകി. പണ്ടൊക്കെ ഇത്ര നീളമുള്ള ഒരു കുറ്റിയുണ്ട് മൊബൈലിൽ. ഇങ്ങോട്ട് വിളിച്ചാലും പൈസ, അങ്ങോട്ട് വിളിച്ചാലും പൈസ. അത് മാറി ആ കുറ്റിയൊക്കെ പോയി. പിന്നെ വലിയ മൊബൈലായി. കണ്ടുകൂടാത്തവനും അക്കങ്ങളിൽ കുത്തിയിട്ട് വിളിക്കാൻ പറ്റും. വലിയ അക്കങ്ങളായിരുന്നു. പിന്നെ അത് മാറി ചെറിയ അക്കമായി. അത് മാറി ഇപ്പൊ അക്കം തീരെയില്ല, എല്ലാം ടച്ചാണ്. ഇപ്പൊ ടച്ച് മൊബൈലാണ്. അതും പോയി. ടച്ച് മൊബൈൽ ആ ഒരു സംവിധാനം പോയിട്ട് ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ പുതിയ മോഡലാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയി കൊടുക്കാൻ. ഇപ്പൊ സഫീർ മൗലവിയുടെ മൊബൈലിൽ കിടക്കുന്ന ഒരു പ്രസംഗോ പാട്ടോ എനിക്ക് കേൾക്കണമെങ്കിൽ അതിങ്ങോട്ട് എടുത്തിട്ട് അതൊന്നും കേട്ടാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഇങ്ങോട്ട് ആയി കൊടുത്താൽ മതി. ഒരു പാട്ട് ഇങ്ങനെ കയറി പോവാൻ. നിങ്ങൾ നോക്കി, ഒരു 5 കൊല്ലം കഴിയട്ടെ, വേണ്ട ഒരു 3 വർഷം കഴിയട്ടെ, ഒരാളെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ആരെ വിളിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. ആരുടെ തായ് സാറിനൊന്ന് വിളിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അവിടേക്ക് കോൾ ഒഴുകിപ്പോയി. ചിന്തിച്ചാൽ മതി. ആ ഒരു കാലം വരാൻ പോകുന്നത്.
കാലം ഒരുപാട് പുരോഗമിച്ചു സഹോദരിമാർ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സഹോദരിമാരിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീന് ഏറ്റവും പാവനമായി കണ്ട, അതല്ലെങ്കിൽ അള്ളാന്റെ റസൂല് വളരെ പ്രാധാന്യത്തോടെ ലോകത്തുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് വൈഡൂര്യമല്ല, മാണിക്യമല്ല, മരതകമല്ല, ഏറ്റവും വിലപിടിപ്പുള്ളത് ഒരു പെണ്ണാണെന്ന് പറഞ്ഞ ആ പെണ്ണെന്ന അവസ്ഥ വല്ലാത്ത അവസ്ഥയിൽ എത്തപ്പെട്ടു പോയി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ സിനിമകൾ കണ്ടിട്ട് ആ സിനിമകളിൽ കാണുന്നത് പണ്ടൊക്കെ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആ രീതിയിലായിരുന്നു സഹോദരിമാര് വസ്ത്രം ധരിച്ചത്. പുതിയ സിനിമയുടെ എന്താണ് മായാമോഹിനിയുടെ ചുരിദാർ, സാരി, അങ്ങനെ സിനിമകളുടെ പേരിലായി. അത് കഴിഞ്ഞ് ഇപ്പൊ സിനിമ നടിമാരുടെ പേരിൽ ഇറങ്ങിയിരിക്കാൻ ഒരു പാവാളുടെ പേരാണ് സാനിയ മിർസ. ഒരു പാവാളുടെ പേര് സാനിയ മിർസ. എന്റെ മകൾക്ക് അത് വാങ്ങാൻ വേണ്ടിട്ട് കയറിയപ്പോ എന്നെ പറഞ്ഞു സാനിയ മിർസ ഇരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കരുതി ഏതെങ്കിലും കമ്പനിയുടെ പേരായിരിക്കും. ഞാൻ എടുത്ത് നോക്കിയപ്പോ ഇത്രയുണ്ട്. എന്നെ പറയാം ഇതാ സാനിയ മിർസ എന്ന് പറഞ്ഞ ഇടുമ്പോ പുറകൊക്കെ വെളിയിരിക്കണം. അതാ സാനിയ മിർസ. ഇത് സിനിമ നടിമാരുടെ പേരിൽ വസ്ത്രം ഇറങ്ങിയിരിക്കാൻ ഇതെല്ലാം വാങ്ങിയിട്ടിട്ട് ഇപ്പൊ പുതിയൊരു ഫാഷൻ വെമ്പായത്തൊന്നും എത്തിയിട്ടില്ല, അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ. എറണാകുളം ഭാഗത്ത് പോയാൽ കാണാം ബനിയൻ ക്ലോത്തിന്റെ പാന്റ് ഇടും, ചുരിദാറിന്റെ ടോപ്പ് ഇടും, ഷാൾ ഇടൂല. ഏതോ ഒരു സിനിമയിൽ അലവലാതി പെണ്ണ് അങ്ങനെ ഇട്ടതാണ്. ചെറുപ്പക്കാരൂപ്പ അങ്ങനെ തന്നെ. ഏതെങ്കിലും സിനിമ ഷൂട്ടിങ്ങിനിടയിലോ അല്ലെങ്കിൽ സിനിമയിലോ ഏതെങ്കിലും നടന്റെ മുണ്ടഴിഞ്ഞ് വീണ് പോയാൽ നട റോഡിലെത്തുമ്പോൾ ചെറുപ്പക്കാരെ കുരിഞ്ഞ് കളഞ്ഞിട്ട് പോകാൻ തുടങ്ങും. ആ ഒരു രീതിയിൽ അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ വാള് സംഘടിപ്പിച്ചു. 65 സംഘാടകരുണ്ടായിരുന്നു. 65 സംഘാടകരും അവസാനത്തെ ദിവസം എന്നോട് പറഞ്ഞു, ഉസ്താദ് എല്ലാവർക്കും മുസാഫത്ത് ചെയ്ത് പരസ്പരം പരിചയപ്പെട്ടു പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടില്ല, പരസ്പരം പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ടല്ലോ. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയിട്ട് ഈ 65 പേരും വന്നു നിരന്ന് നിന്ന് സലാം പറഞ്ഞു, പേര് പറഞ്ഞു, പരിചയപ്പെട്ടു. നോക്കുമ്പോ 65 എണ്ണത്തിന് ദാടിയുണ്ട്, പക്ഷെ 65 ആയുധങ്ങളുടെ മോഡലില്ല. ഒരുത്തന്റെ കവിളിൽ വെട്ടുകത്തിയുടെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുക താടി, ഒരുത്തന്റെ വാളിന്റെ മോഡൽ. ഇത് ഉണ്ടാക്കി വെച്ചവനെ സമ്മതിക്കുക. എന്റെ സഹോദരങ്ങളെ, ഈ മോഡൽ ഇങ്ങനെ പുതിയ രീതികൾ വരുമ്പോൾ അതൊക്കെ നമ്മളെ വല്ലാത്ത അവസ്ഥയാണ്. കരമനയിൽ ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ആകെ ഒരു ദിവസം വരുന്നത്. ആ സന്ദർഭത്തിൽ ഒരു ദിവസം നിങ്ങൾ ഇവിടെ ഒരു കാര്യത്തെ പറ്റിയിട്ട് പ്രസംഗിക്കണം. ഞാൻ വെച്ചാൽ എന്താണ് അത്? ചെറുപ്പക്കാരൻ മുൻസഫിൽ നിസ്കരിക്കാൻ നിന്നാൽ പുറകുവശത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ സുജൂദി പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സുജൂദി പോകണം. അത്രത്തോളം അവസ്ഥയാണ്. അണ്ടർവെയറിന്റെ വള്ളി പോലും പുറത്ത് കാണുന്ന രീതിയിൽ ആ പാന്റ് ഇടുക. എന്തൊരു ഗതികേടാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ ഒരു അവസ്ഥയിൽ നമ്മൾ മാറിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ വസ്ത്രധാരണം തന്നെയാണ്. അതുകൊണ്ടല്ലേ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഞാൻ പറഞ്ഞതുപോലെ ചൈനീസ് യുവതികൾ ചൈനയിൽ നിന്ന് പഠിക്കാമെന്നിട്ട് ഇന്ത്യയിൽ പഠിച്ചു നിന്നപ്പോൾ ചൈനീസ് മന്ത്രാലയത്തിന്റെ ക്യാബിനറ്റ് കൂടി കിട്ടവർ മന്ത്രിസഭ ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയച്ചു. എന്താണെന്നറിയോ? ചൈനീസ് യുവതികളിൽ നിന്ന് പഠിക്കാമെന്നവരോട് പറഞ്ഞു, നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വന്നേക്കണ കാലം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തിന് പേര് കേട്ടമാടാ. നാണം കെട്ടുപോയില്ലേ? കുത്തപ്പിനാറിന്റെയും താജ്മഹലിന്റെയും ചെങ്കോട്ടയുടെയും അഭിമാനത്തില് ഇന്ത്യ രാജ്യം ലോകരാട്ടത്തിന്റെ മുമ്പിൽ അഭിമാനം കൊണ്ടപ്പോ ഇന്ന് ബലാത്സംഗത്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാണം കെട്ടുപോയ രാജ്യം. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സംഭവങ്ങൾ കണ്ടപ്പോൾ നാടോടി പെണ്ണിന്റെ ചൂലുപെട്ടി കെട്ട് 2 വയസ്സായ കറുത്ത ഒരു പെൺകുട്ടി, 2 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി കിടന്നിറങ്ങിയപ്പോൾ തിരൂരുകാരനായ ജാസിം എന്ന് പറയുന്ന സഹോദരന് പൊക്കിയെടുത്തുകൊണ്ടുപോയി ക്രൂരമാകിട്ട് ബലാത്സംഗം ചെയ്തപ്പോൾ എന്റെ സഹോദരങ്ങളെ, ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റക്കയ്യനായ ഒരു തന്നെ ചാടി ഇറങ്ങിയിട്ട് ഒരു പെണ്ണിനെ കൊടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ട് സൗമ്യ എന്ന് പറയുന്ന പാവപ്പെട്ട പെണ്ണിനെ പുറത്തേക്ക് എടുത്തെറിഞ്ഞ ആ പെണ്ണ് വന്നിട്ട് റെയിൽവേ ട്രാക്കിൽ വീണിട്ട് ചതഞ്ഞെറിയുമ്പോൾ പോലും ആ പെണ്ണിനോട് പോലും കാമക്കരുതിയിട്ട ഈ രാജ്യത്തിന്റെ ചെറുപ്പക്കാരുടെ അവസ്ഥ കണ്ടിട്ട് നാണം കെട്ടു പോകുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സാക്ഷാൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് അശോക് സിംഗാളിന്റെ പ്രിയപ്പെട്ടവര് VHPയുടെ നേതാവ് അശോക് സിംഗാള് പോലും പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് എന്താണ്? ഭാരതത്തില് അദ്ദേഹത്തിന്റെ ഭാഷണ കടമെടുത്തുകൊണ്ട് പറയുകയാണ്. അശോക് സിംഗാള് പറഞ്ഞു, ഭാരതത്തില് പെണ്ണുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നടന്നു പോകണമെങ്കിൽ, അവളെ ഒരു ചെറുപ്പക്കാരന് കയറി പിടിക്കാതിരിക്കണമെങ്കിൽ, അവളെ പിന്നെ ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ആ പെണ്ണ് മാന്യമായ വസ്ത്രം ധരിക്കണമെന്നോ പറഞ്ഞത് VHPയുടെ നേതാവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ മതവിശ്വാസികൾക്കും അറിയാം, ഈ അല്ലാത്തവർക്കും അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണ് മാന്യമായ വസ്ത്രം ധരിച്ചാൽ ലോകത്തൊരു കലാപം നടക്കൂല. ഞാൻ പറയട്ടെ, ഡൽഹി സംഭവം നടന്നപ്പോൾ വേദനയോടെ എല്ലാവരും പുരുഷന്മാരെ ശാന്തീകരിക്കണമെന്ന് വാദിച്ചു. അപ്പോഴും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരെ പോലെ ഒരുപോലെ കറങ്ങേണ്ടവരാണ് പെണ്ണുങ്ങൾ, ഒരു വാഹനത്തിന്റെ ഒരു ചക്രമാണെന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നവരുണ്ട്. പെണ്ണുങ്ങളെ പുറത്തിറക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് സ്ഥാനം കൊടുക്കണമെന്ന്
സന്ദർഭത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഇസ്ലാമും പഠിപ്പിച്ച മാതൃക അത് നമ്മൾ മനസ്സിലാക്കണം. VHPയുടെ നേതാവ് പോലും പറഞ്ഞത് പെണ്ണ് മാന്യമായ വസ്ത്രം ധരിക്കണമെന്നാണ്. മാന്യമായ വസ്ത്രം ധരിക്കണമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഡൽഹിയിലെ സംഭവം നടന്നപ്പോ എന്താ അതിന് കാരണം? അതിനെ ന്യായീകരിക്കുകയല്ല. ആ പെണ്ണ് 7ഓളം വരുന്ന കൂട്ടുകാരോടൊപ്പം, അല്ലെങ്കിൽ പിന്നെ തന്റെ കാമുകനോടൊപ്പം, അല്ലെങ്കിൽ അതിന്റെ ബോയ് ഫ്രണ്ടിനോടൊപ്പം പാതിരാത്രി സിനിമ കണ്ടിട്ട് മടങ്ങി വന്ന പെണ്ണിനെയാണ് 7ഓളം വരുന്ന ചെറുപ്പക്കാര് പീഡിപ്പിച്ചത്. ആ പെണ്ണ് നിൽക്കേണ്ട ഭാഗത്ത് നിന്നെങ്കിലും കുഴപ്പമില്ലതുണ്ടാവോ? ഗുവാഹത്തിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ 21 ചെറുപ്പക്കാര് ഒരു പെണ്ണിനെ നടു റോഡിലിട്ട് ക്രൂരമാകേണ്ട ബലാത്സംഗം ചെയ്തു. ഒരു പെണ്ണിനെ 21 പേര് ബലാത്സംഗം ചെയ്തു. ആ പെണ്ണ് റോട്ടിൽ കിടന്ന് നിലവിളിക്കാൻ, രക്ഷപ്പെടുത്തണേ. അതുവഴി പോയി ചെറുപ്പക്കാരൊക്കെ മൊബൈൽ വലിച്ചെടുത്തിട്ട് ക്ലിക്കുവാൻ ആ രംഗം. അളിയാ, ഞാൻ നേരിട്ട് കണ്ട, ലൈവായിട്ട് കണ്ടതാളിയാ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴും ആ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ആളില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, 21ഓളം വരുന്ന കാമകസ്മരന്മാര് പാവപ്പെട്ട ഒരു പെണ്ണിനെ ഗുവാഹത്തിയിലെ നാഷണൽ ഹൈവേയിൽ മാറി ബലാത്സംഗം ചെയ്തപ്പോ എന്തിന്റെ പേരിലാണ് സംഭവിച്ചത്? 21 ചെറുപ്പക്കാരോടൊപ്പം ആ പെണ്ണ് പാതിരാത്രി സിനിമയ്ക്ക് പോയത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്റ്റാർ ബാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്താണ് ആ പെണ്ണിനെ പീഡിപ്പിച്ചത്. പെണ്ണ് നിൽക്കേണ്ട സ്ഥലത്ത് നിന്നാൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ ഹൃദയത്തിൽ ഞരമ്പ് രോഗമുള്ള ചില ചെറുപ്പക്കാരുണ്ട്, അവരെ നിങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കൊഞ്ചിക്കൊഴയാൻ പാടില്ല. അള്ളാന്റെ ഖുർആന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ വിശുദ്ധ ഖുർആനിൽ 2 കാര്യങ്ങളോടാണ് അടുക്കൽ എന്ന് പറഞ്ഞത്. മദ്യപിക്കല്ലേന്ന് ഖുർആൻ പറഞ്ഞു, പലിശ വാങ്ങല്ലേന്ന് പറഞ്ഞു, കളിയാക്കല്ലേ എന്ന് പറഞ്ഞു, പരിഹസിക്കല്ലേ എന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷെ വ്യഭിചരിക്കല്ലേ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇത്ര മാത്രത്തെ ക്ലിപ്പൊന്നും ഇട്ടളരുത് കേട്ടോ. വ്യഭിചരിക്കല്ലേ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഖുർആൻ പറഞ്ഞ എന്താണ്? വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കല്ലേ, എന്ന് പറഞ്ഞാൽ മിസ് കോൾ അടിക്കല്ലേ, എന്ന് പറഞ്ഞാൽ പിന്നെ കൈമുറ കാൽമുറ കാണിക്കല്ലേ. അതൊക്കെയാണ് ഇസ്ലാം പറഞ്ഞത്. അതാണ് ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ ഭാര്യയെ സമീപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൂതന്മാരെ അയക്കണം. എന്താണ് ദൂതൻ? അത് ചുംബനവും നല്ല സംസാരവുമാണെന്ന് പറഞ്ഞു. അപ്പൊ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുംബിക്കാൻ പാടില്ല, നിങ്ങൾ മെസ്സേജ് അയക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പാശ്ചാത്യം നമുക്ക് വേണ്ടി നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് രാത്രി 10 മണി മുതൽ രാവിലെ 7 മണി വരെ മെസ്സേജിന് 3 പൈസയും, ഒരു കോൾ ചെയ്യുന്നതിന് 66 പൈസയും. എന്തുകൊണ്ടാണ്? ആ സമയത്ത് നമ്മൾ ചിന്തിക്കും, രാത്രി ആരാ മെസ്സേജ് അയക്കുക, രാത്രി ഒന്ന് വിളിച്ചു നോക്കണം, അപ്പോഴറിയാം. ഒരു സഹോദരൻ ഗൾഫിൽ പോകാൻ നേരത്ത് ഭാര്യ പറഞ്ഞു, ഇക്ക നിങ്ങൾ ഗൾഫിൽ പോയാൽ 3 മാസമായതുള്ള കല്യാണം കഴിഞ്ഞിട്ട് അവള് പറഞ്ഞു, ഇക്ക നിങ്ങൾ ഗൾഫിൽ പോയാൽ നിങ്ങൾ എപ്പോഴും വിളിക്കരുത്, നിങ്ങൾ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ല സെറ്റപ്പ് ഒരു വീട് വെക്കണം. ഇക്ക നിങ്ങൾ ഒരിക്കലും എന്നെ വിളിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മിസ് ഇട്ടോളാം, അപ്പോഴും നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് രാത്രി വിളിക്കലെന്ന് നിർദ്ദേശം കൊടുത്തു. എന്താ കാര്യം? ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ആ പൈസയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പൊ ഇയാൾ ചിന്തിച്ചു, ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടണമെങ്കിൽ തപസ്സിരിക്കണം. ഇയാൾ പോയി ഗൾഫിൽ പോയി 3 മാസം ജോലി എടുത്തു. ഈ 3 മാസത്തിനിടയിൽ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഒരിക്കലും നാട്ടിലേക്ക് രാത്രി വിളിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ പകൽ വിളിക്കാറുണ്ട്. ഓരോ ദിവസം രാത്രി വിളിക്കേണ്ടി വന്നപ്പോഴാണ് കൊണ്ട് കറങ്ങിയത്. ഇവിടെ ഒടുക്കത്തെ വിസിയ. അയാൾ കയറി വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ 2 നാഴി നിറച്ച് സിം കാർഡ് വീട്ടിൽ. അള്ള പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും. അടുത്തു, പുറത്തു വന്നു. രണ്ടാമത് ഖുർആൻ അടുക്കല്ലേ എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, അത് വ്യഭിചാരം. വ്യഭിചരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. എന്താ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യസ്നി സാരി ഹീന യസ്നി വഹു മുഅ്മിനൂ. പൊന്നുമോനെ, വ്യഭിചരിക്കുമ്പോ പാതിരാത്രി ആരും കാണാറ് ഏതെങ്കിലും വീട്ടിൽ പോയിരിക്കുമ്പോൾ എന്റെ പെങ്ങള് നിന്റെ ഭർത്താവ് അറിയുന്നില്ല, വിദേശത്ത് കഷ്ടപ്പെടുന്ന അവൻ അറിയുന്നില്ല മോളെ. നിന്റെ കണ്ണ് കണ്ടോടാത്ത, ചെവി കേട്ടുകൂടാത്ത, അപ്പുറത്ത് കിടന്നിറങ്ങുന്ന ഉപ്പ കാണുന്നില്ല മോളെ, ഉമ്മ കാണുന്നില്ല, നിന്റെ അരുമ സന്താനങ്ങൾ കാണുന്നില്ല. പക്ഷേ പടച്ചോ കാണുന്നുണ്ട്. ഏത് പടച്ചവനാണ്? എഴലമോ ഒളിക്കണ്ണുകൊണ്ടുള്ള നോട്ടം അറിയുന്ന അല്ലോ. ഹൃദയാന്തരങ്ങളിലോ വാരിയൽ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലോ ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യത്തിന്റെ കലവറയറിയുന്ന തമ്പുര. അവന്റെ മുമ്പില് എന്റെ പ്രിയപ്പെട്ടവരെ രാത്രിയില്ല, പകലില്ല, ഇന്നലെയില്ല, നാളെയില്ല, മിനിങ്ങാമില്ല, മറ്റന്നാളില്ല. അവന്റെ അടുക്കല് മണിക്കൂറില്ല, മിനിറ്റില്ല, സെക്കൻഡില്ല. അവന്റെ അടുക്കല് പകലില്ല, തിങ്കളില്ല, ചൊവ്വയില്ല, ബുധനില്ല. എന്റെ സഹോദരങ്ങള്, അള്ളാന്റെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ
റസൂൽ പറഞ്ഞു, വിശ്വസിക്കുന്ന നിലയിൽ വ്യഭിചരിക്കാൻ അവന് കഴിയൂല എന്ന് പറഞ്ഞ വ്യഭിചരിക്കുന്ന സന്ദർഭത്തില് റസൂൽ പറയുകയാണ്, ഒരു കുട പോലെ അവന്റെ ഈമാൻ ഉയർത്തപ്പെടുന്നതാണ്. ഈമാൻ ഉയർത്തപ്പെടുന്നതാണ്. ഒരു കുട പോലെ കുട പോലെ ഉയർത്തപ്പെടുന്ന ഈമാൻ ഉണ്ടല്ലോ, അവൻ ആ വൃത്തികേടിൽ നിന്ന് വിരമിക്കുമ്പോഴാണ് ഈ ഈമാൻ തിരിച്ചു വരിക. വ്യഭിചരിച്ചുകൊണ്ട് കിടക്കുമ്പോ മരിച്ചു പോയാൽ എന്റെ സഹോദരങ്ങളെ രക്ഷയില്ല, രക്ഷയില്ല. മരിക്കുന്ന സന്ദർഭത്തിൽ നല്ലതുപോലെ മരിക്കണം, വ്യഭിചരിച്ചുകൊണ്ടല്ല. ബഹുമാനരായ ഹുദൈബിയുടെ രാജകുമാരൻ യൂസുഫ് ഉസ്താദ് മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് പ്രിയപ്പെട്ടവര്, റമദാനിലാണ് പ്രിയപ്പെട്ടവര്, നോമ്പുകാരനായിട്ടാ സഹോദരങ്ങള്. അതുപോലെ വെള്ളിയാഴ്ച മരണപ്പെട്ടു പൂന്തറയിലെ പ്രിയപ്പെട്ട ഗുരുനാഥന് പോയ ഉസ്താദ് അതുപോലെ മരണപ്പെട്ടു പോയി. വെള്ളിയാഴ്ച കണ്ണനല്ലൂർ പള്ളിക്കകത്ത് കൂടിയ വിശ്വാസികളോട് റസൂലുള്ളാഹിന്റെ വിയോഗത്തെ പറ്റിയിട്ട് പ്രസംഗിച്ചു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ഒരു പക്ഷേ നിങ്ങളിലേക്കും ഞാൻ മരണപ്പെട്ടെന്ന് ഇന്ന് പ്രസംഗിച്ചിട്ട് കൊടുക്കാനുള്ള 50 രൂപ പോലും എടുത്ത് തിരികെ ഏൽപ്പിച്ച് മടങ്ങി വന്നു. ഏതോ പറഞ്ഞു വെച്ചതുപോലെ ഇന്നലെ അറിഞ്ഞതുപോലെ എന്റെ സഹോദരങ്ങള് ഒരു പരിപാടി, ഇനി ഒരു പനമൂട് ജംഗ്ഷനിൽ ഒരു പരിപാടിയിലോ നിബിദിന സമ്മേളനത്തിലോ ഒരാഴ്ചകള് ബഹുമാനായ താജ് സാഹിബ് സ്വാഗതം പറഞ്ഞു. ആർക്ക് വേണ്ടി കിട്ടാണ് ഞാൻ പറയപ്പെടുന്ന ഉസ്താദിന് വേണ്ടിയിട്ട്. അതേ പിറ്റേ ആഴ്ച അതേ വേദിയിലോ ആ ഗുരുനാഥന് വേണ്ടിയിട്ട് അനുശോചനം രേഖപ്പെടുത്തി. എന്റെ സഹോദരങ്ങള് പറഞ്ഞു വെച്ചതുപോലെ, ആരോ പറഞ്ഞു കൊടുത്തതുപോലെ നാളെ ഞാനും മരിക്കുന്ന വാർത്ത കേൾക്കുമെന്ന് പ്രസംഗിച്ചിട്ടോ ഇറങ്ങി വന്ന രാവിലെ കുളിച്ച് സുന്ദരനായിട്ട് രാടി ഒരുക്കി മുടിമൊതുക്കി നഖം പറ്റിയിട്ട് അസറാഗിന്റെ മുമ്പിൽ കിടന്നു കൊടുത്ത മഹാനായ അബ്ദുൽ കരീം ഉസ്താദ് ഉണ്ടല്ലോ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഇതുപോലെയാ മരിക്കേണ്ടത്, ഇതുപോലെയാ മരിക്കേണ്ടത്. എവിടെയെങ്കിലും കിടന്ന് കാവകൾ ചാകുമ്പോഴല്ല ചാകേണ്ടതോ, ചീനന്റെ മുമ്പിൽ പെട്ട് കിടന്നല്ല പെണ്ണെ മരിക്കേണ്ടതോ, ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ നിന്നിട്ടല്ല ചെറുപ്പക്കാരാ മരിക്കേണ്ടത്. മരിക്കുന്ന നല്ലതുപോലെ മരിക്കുക. എത്രയോ ഉസ്താദുമാർ സുജൂദിൽ കിടന്ന് മരിച്ചു. ആ ഭാഗ്യം നമുക്കില്ലല്ലോ ഭാഗ്യം. നിസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് മരിച്ചവരുണ്ട്. പ്രഭാഷണത്തിൽ ജുമാ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ മെഹ്റാബിന്റെ മിമ്പറിന്റെ ഇടയിൽ കുഴന്ന് വീണ് മരിച്ചു. എത്രയോ ഉസ്താദുമാരുണ്ട് പ്രിയപ്പെട്ടവര്, സുജൂദിൽ കിടന്ന് മരിച്ചവരുണ്ടല്ലോ. അതുപോലെ മരിക്കുന്ന സന്ദർഭത്തില് മരിച്ചപ്പോ ധരിച്ചിരുന്ന വസ്ത്രം അടിച്ചപ്പോൾ ഒരു സഹോദരന്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരന് മരിച്ചപ്പോൾ ഉടുത്തിരുന്ന വസ്ത്രം അടിച്ചപ്പോൾ കാണുന്ന കാഴ്ച എന്താ? സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ധരിച്ചിരുന്നതായ ആ ഉടുത്തിരുന്നതായ മുമ്പിലോ സ്ഖലനം സംഭവിച്ചിരിക്കുകയാ. പൗരാണികളായ പെണ്ണുങ്ങളെ കണ്ടുകൊണ്ട് മരിച്ചപ്പോൾ അറിയാതെ സ്ഖലനം സംഭവിച്ചു പോയി. അങ്ങനെ മരിച്ചവരുണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് ഏത് മരണമാ വേണ്ടത് പ്രിയപ്പെട്ടവര്? അതുകൊണ്ട് തിന്മയിൽ നിന്ന് മാറിക്കോ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ചാരിത്രത്തെ സംരക്ഷിച്ചോ. നിന്റെ ഭർത്താവിന് കൊടുക്കാനുള്ളത് മോളെ മറ്റൊരുത്തനെ വശീകരിപ്പിക്കല്ലേ പ്രിയപ്പെട്ട പെങ്ങള്. അല്ലാഹു ഹലാലാക്കിയതിന് മാത്രം നമ്മള് സുഖം കണ്ടെത്തിക്കോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു 4-ാമത്തേതാണ്. 5-ാമത് അല്ലാഹു പറയുന്നു വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം അല്ലാഹു പറയുന്നു ഏറ്റെടുത്ത അമാനത്തുകൾ പൂർത്തിയാക്കുന്നവരാണ്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരാണ്. എന്റെ സഹോദരങ്ങള്, നിങ്ങൾക്ക് നിങ്ങളുടെ പൊന്നുമക്കൾ അമാനത്താണ്, നിങ്ങളുടെ ഭർത്താവ് അമാനത്താണ്, പ്രിയപ്പെട്ടവരെ ഭാര്യ അമാനത്താണ്. നമുക്ക് അല്ലാഹു തന്ന അമാനത്തുകൾ സൂക്ഷിക്കണം, ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കണം, ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കണം. KMYF-കാരുടെ ഔദാര്യമല്ല ഇത്. നമ്മുടെ ഈ സാധു സംരക്ഷണ സമിതി പലരും അത് ഏറ്റെടുത്ത് നടത്താതിരിക്കുമ്പോൾ അത് നിങ്ങൾ നടത്തുന്നു എന്ന ഒരു നല്ല ഗുണം മാത്രമേ നിങ്ങൾക്കുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്വമാണിത്. ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം നന്നായാൽ പോരല്ലോ, നമ്മൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ. മാനവസേവ, മാധവസേവ ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. മാനവസേവ, നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോ അവരുടെ കാര്യം നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ
നമ്മൾ എന്ത് മുസ്ലിങ്ങളാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, എന്റെ സഹോദരങ്ങളെ, അയൽവാസി പട്ടിണി കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് വയറു നിറച്ച് മൃട്ടാന ബോധനം നടത്തുന്നവൻ, അപ്പുറത്ത് കിടക്കുന്നവൻ RSSകാരനാണ്, അവൻ പട്ടിണി കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് ഇപ്പുറത്തെ ഹാജിയാര് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ എന്റെ സമുദായത്തിൽപ്പെട്ടവരല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവരെ കേട്ടോ, ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം എന്ന് പറയുന്നത്. അയൽവാസി പട്ടിണി കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് നീ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നീ നബിയുടെ സമുദായത്തിൽപ്പെട്ടവരല്ല. ഏറ്റവും കൂടുതൽ ദീനിനെ കളവാക്കുന്നവർ കുടിക്കുന്നവരല്ല, അതുപോലെ തന്നെ മദ്യപിക്കുന്നവരല്ല, പെണ്ണ് പിടിക്കുന്നവരല്ല. ആരാ ദീനിനെ കളവാക്കുന്നവര്? അള്ളാന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്റെ പെങ്ങളെ, ഒരു സ്പൂണും ഒരു പാത്രവും അയൽവാസി വന്ന് ചോദിക്കുമ്പോ തരില്ല എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു വെക്കുന്നവരാണ് ദീനിനെ വ്യാജമാക്കുന്നവരെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. നമ്മൾ കഴിക്കുന്നത് അയൽവാസി. നിന്റെ വീട്ടില് ഇറച്ചി വാങ്ങി, മത്സ്യം വാങ്ങി, അപ്പുറത്തവർക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടിയില്ല. എന്നാൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ നിന്റെ പാത്രത്തിൽ നിന്റെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് അപ്പുറത്തുള്ളവരുടെ പരിഗണിക്കണമെന്ന് പറഞ്ഞു. ഈ ഭക്ഷണത്തിൽ വെള്ളം ചേർത്ത് കൂടെയുള്ളവരെ പരിഗണിക്കണമെന്ന് പറഞ്ഞ ഈ സുന്നത്ത് ഒരേ ഒരു വിഭാഗം മാത്രമേ ഇപ്പൊ ചെയ്യാറുള്ളൂ. ആരാ? ഹോട്ടലുകാർ. വേറെ ആരും ചെയ്യില്ല. നീ വീട്ടിൽ ഇറച്ചി വാങ്ങി അല്ലെങ്കിൽ മത്സ്യം വാങ്ങി, നിന്റെ അയൽവാസികളൊന്നും അത് കിട്ടിയില്ല, നീ അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ പാചകം ചെയ്ത് അല്പം കറി അവർക്ക് കൂടെ കൊടുക്കണം. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ പരിപാടി അൽഹംദുലില്ലാ, നമ്മുടെ ഈ പരിപാടികളിലൊക്കെ ഇപ്പൊ ഇത് വ്യത്യസ്തമായിട്ട്, പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ട്, ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ ഏറ്റവും വലിയത്, ഇപ്പൊ നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ അക്ഷരത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സമൂഹ വിവാഹത്തിൽ. ചില സ്ഥലങ്ങളിൽ കൊടുത്ത കടയുടെ പരസ്യം അതൊക്കെ വലുതായിട്ട് കൊടുക്കും. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അടിച്ചു കൊടുക്കുന്നതാണ്. അത് തെറ്റാണെന്നോ ഹറാമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. ഹൈന്ദവ സഹോദരങ്ങളുടെ ഉത്സവ പരിപാടികൾ പരിശോധിച്ചു. ആ ഉത്സവ പരിപാടികളിൽ അവരുടെ നോട്ടീസ് എടുത്ത് നോക്കിയാൽ അവർ ഏറ്റവും വലുതായിട്ട് കൊടുക്കുന്നത് ഗാനമേളയോ ക്ഷേത്ര ചടങ്ങുകളോ ചെണ്ടമേളമോ അതല്ലെങ്കിൽ മിമിക്സോ ഒന്നുമല്ല. അവർ ഏറ്റവും വലുതായിട്ട് കൊടുക്കുന്നത് അന്നദാനം. എന്തുകൊണ്ടാണ്? നമ്മൾ മാത്രമല്ല, എല്ലാവർക്കും അവർക്കൊരു പുണ്യമാണ്. ഹൈന്ദവ പുരാണങ്ങൾ വായിച്ച് പഠിക്കുക സഹോദരങ്ങളെ. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൈന്ദവ പുരാണങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അന്നദാനത്തിൽ അവർക്ക് ഒരു പ്രമാണമുണ്ട്. എന്താണ്? ഗജതരംഗ സഹസ്രമ ഗോകുലമ കൊടിദാനം കനകരചിത പാത്രം ഏതിരി സാഗരാന്തം ഉദയകുല വിശുദ്ധമ കോടി കന്യാ പ്രദാന നെഹി നെഹി ബഹുദാനം അന്നദാന സമാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗജതരംഗ സഹസ്രം, 1000 കുതിരകൾ, 1000 ആനകൾ, ഗോകുലം കൊടിദാനം, 1 കോടി പശുക്കൾ, കനകരചിത പാത്രം ഏതിനി സാഗരാന്തം, കനകരചിത പാത്രം, ഒരുപാട് സ്വർണപാത്രങ്ങൾ, മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി, ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം എന്ന് പറഞ്ഞാൽ ആരും തൊട്ടിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത ഉന്നത കുല ജാതരായ 1 കോടി പെണ്ണുങ്ങൾ. ഇത്രയും ഒരാളൊരാൾക്ക് കൊടുക്കാൻ. 1 കോടി പശുക്കൾ, 1000 ആന, 1000 കുതിര, ഒരുപാട് സ്വർണപാത്രം, സമുദ്രത്തോളം ഭൂമി, 1 കോടി പെണ്ണുങ്ങൾ. ഇത്രയും ഒരാൾക്ക് കൊടുക്കുമ്പോൾ അന്നദാന സമാനം എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്ത് ഒരു വാഴയില വെട്ടിയിട്ട് കുറച്ച് പച്ചരി ചോറുണ്ടാക്കി അതിനൊരു മുളക് ചമ്മന്തിയും ഉണ്ടാക്കിയിട്ട് ഉച്ചയൂണ് കൊടുക്കുന്നതിനോളം പുണ്യം നേരത്തെ പറഞ്ഞതിന് കിട്ടില്ല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എന്താണ്? ദീനിനെ വ്യാജമാക്കുന്നവൻ അവൻ മദ്യപിക്കുന്നവനല്ല, അവൻ പലിശ വാങ്ങുന്നവനല്ല, അവൻ വ്യഭിചരിക്കുന്നവനല്ല. പിന്നെ ആരാ? അല്ല പറഞ്ഞു, ആർക്കാ നരകമെന്നറിയോ? ആർക്കാ വൈലെന്ന നരകമെന്നറിയോ? ആരാ ദീനിനെ കളവാക്കുന്നവനെന്നറിയോ? പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിന് വിലങ്ങുതടിയായവനാണ് ദീനിനെ കളവാക്കുന്നവൻ. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയോ, സൈനുൽ ആബിദീങ്ങൾ എന്റെ പ്രിയപ്പെട്ട KMYF-ന്റെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മുമ്പും ഇതുപോലൊരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു, KMYF-കാരനിൽ. അന്ന് KMYF ഒന്നും ഇല്ല. ആരാണെന്നറിയുമോ? ഇന്നലെ ഞാൻ പറഞ്ഞ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ. സൈനുൽ
സൈനുൽ തങ്ങൾ എന്റെ സഹോദരങ്ങളെ, മക്കയിൽ സൗദി രാജാവ് തവാഫ് ചെയ്യാൻ വേണ്ടി വന്നാല് പാവപ്പെട്ട വെമ്പായത്ത് നിന്ന് കൂലിപ്പണിക്കാരനായ വെമ്പായത്തെ ഏതെങ്കിലും കടയിൽ ജോക്കോപ്പിന്റെ ദിവസവേതനത്തിന് വേണ്ടി നിൽക്കുന്ന പാവപ്പെട്ട ഒരു സഹോദരൻ അവരിട്ട് കൂട്ടിയ പൈസ കൊണ്ട് ഉംറയ്ക്ക് പോയി അങ്ങനെ മത്താഫിൽ തവാഫ് ചെയ്യാൻ നിൽക്കുമ്പോൾ അദർലസ്വർ ചുംബിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കഅബാലയത്തിന്റെ കില്ല് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സാക്ഷാൽ സൗദി കുമാരൻ രാജകുമാരൻ വരുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ പറയുന്നു, നീ മാറിക്കൊടുക്കണ്ട. നേരത്തെ ഈ പുണ്യം കിട്ടുന്ന നേരത്തെ പറഞ്ഞ വെമ്പായം പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കിട്ടും മുൻസഫി നിൽക്കുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് പാവപ്പെട്ടവനാണ്, വീടുകളിൽ പോയി പണിയെടുത്ത് ജീവിക്കുന്നവനാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന, ഏറ്റവും എല്ലാവരും അംഗീകരിക്കുന്ന ഒരാള് പുറകിൽ നിൽക്കാൻ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നു. നീ രണ്ടാമത്തെ സഫിൽ ഇറങ്ങിയിട്ട് പുറകിൽ നിൽക്കുന്നവനെ പിടിച്ചിട്ട് അകത്തോട്ട് കയറ്റി ഒന്നാമത്തെ സഫി നിർത്തൽ കറാഹത്താണ്, പാടില്ല. നിന്റെ ഉസ്താദാവട്ടെ, നിന്റെ ആചാരാകട്ടെ, ആരോ ആകട്ടെ, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് മറ്റൊരാളെ പകരം വെക്കാൻ പാടില്ല. ആദ്യം നിൽക്കണമെങ്കിൽ ആദ്യം വരണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ആരും മാറിക്കൊടുക്കൂല. പക്ഷേ തങ്ങളെങ്ങാനും തവാഫ് ചെയ്യാൻ വന്നാൽ അന്നത്തെ കൂട്ടുകാര്, നാട്ടുകാര്, ജനങ്ങളല്ല വെള്ളത്തിന്റെ മുകളിലെ പായൽ മാറുന്നത് പോലെ സൈനുല്ലാബരി തങ്ങൾക്ക് വേണ്ടി മാറിക്കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നല്ലേ, റസൂലുള്ളാഹിന്റെ പൗത്രനായത് കൊണ്ട്. ഈ സൈനുല്ലാബരി തങ്ങളോ എന്റെ സഹോദരങ്ങള്, ആ സൈനുല്ലാബരി തങ്ങളുടെ കാലഘട്ടത്തില് പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് സുന്ദരമായ ഭക്ഷണം ഇരിക്കും. നേരം വെളുക്കുമ്പോ അവരാർത്തിയോടെ കഴിക്കുന്നു. ആര് കൊണ്ടുവച്ചെന്നറിയില്ല. എല്ലാ ദിവസവും പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം ഇരിക്കുകയാണ്. എല്ലാ ദിവസവും ഇത് തുടർന്നു പോയി, വർഷങ്ങളോളം തുടർന്നു പോയി. ആര് വെക്കുമെന്നറിയില്ല, ആരാണ് ഇത് കൊടുക്കുന്നതെന്നറിയില്ല. പക്ഷേ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നാട്ടുകാരെ കിടന്നുറങ്ങുകയാണ്. ഒരു ദിവസം സൈനുല്ലാബരീതങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവരും വേദനയോടെ കഫൻ പൊതിഞ്ഞ് അടക്കി. പിറ്റന്ന് മുതൽ ഭക്ഷണമില്ല, പിറ്റന്ന് മുതൽ ഭക്ഷണം കാണുന്നില്ല. അവിടെ എന്റെ സഹോദരങ്ങള് മയ്യത്ത് ഒളിപ്പിച്ചവരെ നോക്കുമ്പോ സൈനുല്ലാബരി തങ്ങളുടെ ഈ രണ്ട് തോളിന്റെ ഭാഗത്ത് കറുത്ത കായ്പാട്, കറുത്ത രണ്ട് അടയാളമാണ്. എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ? വന്താണിക്ക് തടിയെടുത്തതിന്റെ പേരിലല്ല, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തടി തലയിൽ ചുമന്ന് കഴുത്തിൽ ചുമന്നുകൊണ്ട് പോയതിന്റെ പേരിലല്ല. പിന്നെയോ സൈനുല്ലാബരി തങ്ങളുടെ രണ്ട് തോളിന് കറുത്ത രണ്ട് പാട് വീണത് എന്തിന്റെ പേരിലെന്നറിയോ? പാതിരാത്രി ആരും അറിയാറ് എല്ലാവരും ഉറങ്ങുമ്പോ പാതിരാത്രി ഭക്ഷണം പാചകം ചെയ്ത് അത് തോളിൽ ചെന്ന് കൊണ്ടുപോയി പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് കൊണ്ട് വെച്ചു കൊടുത്തതിന്റെ പേരിലാണ്. ആർക്കും അറിയില്ല. എപ്പോഴാ തിരിച്ചറിഞ്ഞത്? മരിച്ചപ്പോ പിറ്റന്ന് മുതൽ ഭക്ഷണമില്ല. അപ്പോഴാണ് തിരിച്ചറിയുന്നത്, റബ്ബ് ഇന്നലെ വരെയും ഭക്ഷണം കൊണ്ടുവച്ചത് എന്റെ പ്രിയപ്പെട്ട സൈനുല്ലാബരി തങ്ങളാണോ?